ലേബർ കോഡിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെയും ജില്ലയിലെ അംഗങ്ങൾ സമരത്തിൽ അണിചേർന്നു. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. ലേബർ കോഡിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പ്രതിഷേധ സംഗമം നടത്തി. കാസർഗോഡ് BSNL ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് യൂണിയന്റെയും അംഗങ്ങൾ പ്രതിഷേധത്തിൽ അണിചേർന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നിശ്ചയകാലത്തേക്ക് ജോലി, നിശ്ചയകാലത്തേക്ക് കൂലി. കൂലിയെ സംബന്ധിച്ച പ്രഖ്യാപനം വന്നു. മിനിമം കൂലി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ലോ ഫ്ലോർ വേജ് 242, കേരളത്തിലെ 898 രൂപ കൊടുക്കേണ്ടതില്ല. രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളി പ്രോവിഡന്റ് ഫണ്ട് സ്ഥിരപ്പെട്ടാലേ പ്രോവിഡന്റ് ഫണ്ട് വേണ്ടു. പ്രോവിഡന്റ് ഫണ്ട് വാങ്ങുന്ന ESI ആനുകൂല്യം വാങ്ങുന്ന തൊഴിലാളി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ രാജ്യത്തിലെ കോടിക്കണക്കിന്. ആ തൊഴിലാളിക്കെല്ലാം ഇനി കൊടുക്കേണ്ടതില്ലല്ലോ. സ്ഥിരപ്പെട്ടാലേ ഈ പറഞ്ഞ ആനുകൂല്യം കൊടുക്കേണ്ടതുള്ളൂ. പ്രോവിഡന്റ് ഫണ്ട് വേണ്ട, ലീവ് വിത്ത് വേസ് വേണ്ട, ക്യാഷ് ലീവ് വേണ്ട, അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ആനുകൂല്യം വേണ്ട. നമ്മുടെ സ്ത്രീ തൊഴിലാളികൾക്ക് 5 മാസത്തെ പ്രസവ ആനുകൂല്യം ഇനി കൊടുക്കേണ്ടതില്ല. പിരിഞ്ഞു പോകുമ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കേണ്ടതില്ല. കൂലി അടിമകളാക്കി മാറ്റാൻ ഇതാണ് പ്രശ്നം. നമ്മളെ പഴയ കാലത്തെ കൂലി അടിമകളെ പോലെ പണിയെടുപ്പിക്കാൻ ആവശ്യമായ സംവിധാനം പറയുന്നത് വികസനമാണ്. AITUC ജില്ലാ സെക്രട്ടറി T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് മണിമോഹൻ സ്വാഗതം പറഞ്ഞു. K ഗിരികൃഷ്ണൻ, PV തമ്പാൻ, K ഭാനുപ്രകാശ്, സിജു കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.